റോയിച്ചായ വിരമിച്ച DGP ടോമിൻ തച്ചങ്കരി ഇപ്പോഴും സഞ്ചരിക്കുന്നത് 3 നക്ഷത്രമുള്ള അതായത് ഔദ്യോഗിക ചിഹ്നം വച്ച കാറിലാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതോ ഇവർക്ക് വിരമിച്ചാലും അവരിരുന്ന അധികാരം വിട്ടൊഴിയാനുള്ള മടിയാണ് ഇതിനെല്ലാം കാരണം? കേരള പോലീസിൽ എല്ലാ കാലത്തും ഒരു വിവാദ നായകനായിരുന്നു ടോമിൻ തച്ചങ്കരി. പല വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. 2006 അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്താണ് സർക്കാർ അനുമതിയില്ലാതെ വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തിയെന്നൊക്കെ പറഞ്ഞുള്ള പരാതികളൊക്കെ വരികയൊക്കെ ചെയ്ത്. ഇപ്പോഴത്തെയാണ് ഏറ്റവും രസാവഹവും അതേപോലെ തന്നെ കടുത്ത നിയമലംഘനവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 3 വർഷം മുമ്പാണ് DGP ആയി ടോമിൻ തച്ചങ്കരി സർവീസിൽ നിന്ന് വിരമിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം DGPമാർക്കുള്ള 3 സ്റ്റാറുള്ള കാറിലാണ് അദ്ദേഹം വിരമിച്ച ശേഷവും സഞ്ചരിക്കുക. സാധാരണഗതിയിൽ എവിടെയാണ് വിരമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അവരുടെ ഔദ്യോഗിക കാറും ഫോണും ഒക്കെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് ഒരു സാധാരണ പൗരന്മാരെ പോലെയാണ് അവർ സഞ്ചരിക്കുന്ന ഒരു പതിവ്. അതാണ് നാട്ടു നടപ്പും. പക്ഷേ തച്ചങ്കരി അറിഞ്ഞുകൊണ്ട് തന്നെ തച്ചങ്കരി റിട്ടയർ ചെയ്തതാണെന്ന് അംഗീകരിക്കാത്ത രീതിയിലാണ് ഈ കാറിൽ, സ്വകാര്യ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇത് ഇഷ്യൂ ആയത്? അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു കേസുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരായപ്പോഴാണ് ഇത് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരിത് വാർത്തയാക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് പൊതുമധ്യത്തിൽ വരാൻ തുടങ്ങി. കാരണം 3 വർഷമായിട്ട് അദ്ദേഹം ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു കമ്പനിയുടെ പേരിലുള്ള ഒരു പുതിയ കാറാണ് ഇപ്പോൾ ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. KL7 DE 6561 എന്ന് പറയുന്നൊരു ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് ഈ 3 സ്റ്റാർ വെച്ച് സഞ്ചരിക്കുന്നത് കണ്ടത്. അപ്പോൾ ചാനലുകാരൊക്കെ പണമെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡ്രൈവർ ഇത് എടുത്ത് മാറ്റാനുള്ള ശ്രമം നടത്തി അബദ്ധം പറ്റിയതാണെന്ന്. എവിടെയാണ് അല്ല ഡ്രൈവറിന് അബദ്ധം പറ്റിയെന്നാ പറയുന്നതാണ് ടോമിൻ തച്ചങ്കരിയുടെ വ്യാഖ്യാനം. അബദ്ധം പറ്റിയാണ്. കേരള നിയമത്തിൻ്റെ സൂചിക്കുഴയിലൂടെ നോക്കുന്ന ഒരാളാണ് ഇത് പറയുന്നത്. മറ്റുള്ളവർക്കെതിരെ നിയമം നടപ്പാക്കാൻ ഇതൊക്കെ തന്നെ ന്യായങ്ങൾ കണ്ടുപിടിക്കുന്ന പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർ നടത്തുന്ന നിയമലംഘനങ്ങൾക്ക് കാണുമ്പോൾ കണ്ണടയ്ക്കാണ്. കേരളത്തിൽ മുട്ടിലും മൂലയിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? നാട്ടുകാരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നു, നാട്ടുകാരുടെ മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നു, നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുന്ന പോലീസ് സർവ്വസമയം ഹെൽമറ്റ് ഇല്ലാത്തവരെ ഇപ്പോഴത്തവരെ ചാടി പിടിക്കുകയും ലാത്തി എറിഞ്ഞ് പിടിക്കുകയും ചെയ്യുന്ന പോലീസ് ഇങ്ങനൊരു വണ്ടി പോകുന്നതിനകത്ത് ടോമിൻ തച്ചങ്കരിയെ കണ്ടാൽ തിരിച്ചറിയാത്ത പോലീസുകാരൊന്നും കേരള പോലീസ് ഏതായാലും ഇപ്പോൾ ഇല്ല. എല്ലാവർക്കും അറിയാം. കാരണം വളരെ സജീവമായി നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അങ്ങേരുടെ വണ്ടിയിൽ ഇങ്ങനെ ഇത്തരത്തിൽ സ്റ്റാർ വെച്ച് പോകുന്നത് കണ്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ന്യായമായ സംശയം. കാരണം അദ്ദേഹം ഇപ്പോൾ താമസിക്കുകയൊക്കെ ചെയ്യുന്ന എറണാകുളത്താണ്. എറണാകുളത്ത് ഉള്ള പോലീസുകാരും ഇത് കാണാതിരിക്കുകയാണോ? അല്ലെങ്കിൽ എറണാകുളത്തുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഇത് കാണാതിരിക്കുകയാണോ? അപ്പോൾ ഇത് അവർ കണ്ടിട്ട് കാണാതിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥമായ കാര്യം. അല്ലാതെ അദ്ദേഹം ഒളിച്ചും പാത്തുമൊന്നും അല്ലല്ലോ നടക്കുന്നത്. പബ്ലിക്കായിട്ടല്ലേ കാറിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നതും ഡ്രൈവറിന് അബദ്ധം പറ്റിയെന്ന് പറയുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നു എന്നുള്ള മട്ടിലാണ് സംസ്ഥാന പോലീസ് DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇതെക്കണ്ട് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട് വന്ന ഒരു സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിഭാഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? അവരിതൊന്നും കാണാതിരിക്കുകയാണോ? അതോ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയായിരുന്നു? ഒരു മാധ്യമപ്രവർത്തകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണല്ലോ ഇതൊരു വാർത്തയാവുകയും ഇയാളിങ്ങനെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അപ്പോൾ അത് സർക്കാർ ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കുന്നില്ല. പോലീസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിയമലംഘനം നടത്തും. ഒരു സാധാരണ പൗരനാണ് അയാളുടെ വണ്ടിയിൽ ഇതുപോലെ 3 സ്റ്റാർ വെച്ചുകൊണ്ട് നടന്ന പോലീസിൻ്റെ നടപടി എന്തായിരിക്കും, അല്ലേ? ഏതെല്ലാം തരത്തിലുള്ള ഫോർജറിക്ക് കേസെടുക്കും, ഇമ്പേഴ്സണൈസേഷൻ കേസെടുക്കും, അതുപോലെ തന്നെ സർക്കാർ മുദ്ര ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ കേസ്, ഇങ്ങനെ പല വകുപ്പിട്ട് കേസെടുക്കാൻ പോലീസിന് അറിയാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് ഇനി അന്വേഷിച്ച് 5 കൊല്ലം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നിട്ട് എന്തെടുക്കാന്? നിയമലംഘനം നടന്നു എന്നുള്ളത് പൊതുമധ്യത്തിൽ വന്നു കഴിഞ്ഞു, വാർത്ത വന്നു കഴിഞ്ഞു, ആൾക്കാർ കണ്ടു. ഇത്
പിന്നെ ഈ ബോർഡ് അഴിച്ചു മാറ്റുന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇനി അന്വേഷണം നടത്തുന്നത് എന്ത് അന്വേഷണത്തെക്കുറിച്ച് നടത്താനാണ്? ജുഡീഷ്യൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാന്ന്, അല്ലെങ്കിൽ വേറെ പോലീസിന്റെ അന്വേഷണം നടത്തി. അല്ല, ഇത്രയും നേരം കണ്ടിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്തവരാണ് ഇനി അന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പൊ അതൊരു പ്രഹസനമാണ്. ഈ കുറ്റം ചെയ്ത ആളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തട്ടിക്കൂട്ട് അന്വേഷണവും തട്ടിക്കൂട്ട് പിന്നെ കേസുകളുമായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഉയർന്ന പദവികളിൽ ഇരുന്നവർ ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുമ്പോൾ പോലീസുകാര് അത് കണ്ടില്ലെന്ന് നടക്കും, അല്ലെങ്കിൽ ഭരണകൂടം എന്തുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുന്നു? ഏതായാലും ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ കണ്ണിലുണ്ണിയായ ഒരാളായതുകൊണ്ട് കേസെടുക്കാൻ പറയത്തില്ല. അതേസമയം അല്ലാത്തവർക്കെതിരെയാണെങ്കിലും എത്രയോ പേരെ, ഇപ്പോൾ സർക്കാരിന് ഇഷ്ടമില്ലാത്ത എത്രയോ പോലീസുകാരെ, എത്രയോ ഉദ്യോഗസ്ഥന്മാരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളതല്ലേ N പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 1 വർഷമായി സസ്പെൻഷനിൽ നിൽക്കുകയാണ്. ഇതുവരെ പോലും കുറ്റപത്രം കൊടുക്കുകയോ എന്താണ് അങ്ങേർക്ക് ഉള്ള ചാർജ് ഷീറ്റ് പോലും കൃത്യമായ രീതിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അറിയപ്പെടുന്ന നിയമലംഘനം നടത്തിയിട്ടൊന്നുമില്ല. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ടോമിൻ തച്ചങ്കരിയുടെ കാര്യത്തിൽ അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് കരുതാനേ വയ്യ. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിനു മുമ്പും പലതരത്തിലുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ അന്വേഷണം നേരിടുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആരോപണ വിധേയനാകുകയോ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഈ സർക്കാർ നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കാതെ ചിലരെ രക്ഷിക്കുകയും ചിലരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത്. അല്ല, അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇതിപ്പോൾ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഒരു DGP വിരമിച്ച ശേഷം എല്ലാ നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കാറിൽ സഞ്ചരിക്കുന്നു, നക്ഷത്രം വെച്ചുള്ള. അതുപോലെ മറ്റൊരു DGP പൊതുജനം മധ്യത്തിൽ നിന്ന് പോടാ പുല്ലേ പോലീസ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇവരെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ പോലീസിനെ കുറിച്ച് കൊടുക്കുന്നത്? ഞാൻ അതാണ് നമ്മൾ കാണുന്ന സാധാരണക്കാരനെ നിയമം അനുസരിക്കാൻ പഠിപ്പിക്കുകയും അതിനെ പലപ്പോഴും ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സേനയിൽപ്പെട്ടവരാണ് അതിൻ്റെ സാധാരണ പോലീസുകാരനല്ല. ഇതെല്ലാം ഉന്നത പദവികൾ. DGP എന്ന് പറയുന്നതാണല്ലോ ഒരു പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ഒഴിച്ച് ബാക്കിയുള്ള ഒരുപാട് 2-3 DGPമാരുണ്ടാവും. അതിലൊരു DGP ആയിട്ട് വിരമിച്ചവരാണ് ഇവർ രണ്ടുപേരും. അവർ രണ്ടുപേരും ഇത്തരത്തിലാണ് സേനയ്ക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയിട്ട് പോലും പോലീസ് ഇന്നാണ് ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്ത്